ഹായ്! ഞാൻ രതി. ഇതെന്റെ ചാനൽ രതി 2.0. ഞാനിവിടെ വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കഥകൾ പറയാനാണ്. എന്റെ കഥകൾ ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കമന്റും ലൈക്കും ഷെയറും ഒക്കെ എനിക്ക് തരുമല്ലോ അല്ലേ? അപ്പോ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോര്. അവിടെ ഈ സ്റ്റോറീസിന്റെ ഫുൾ ഓപ്പൺ വേർഷൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. വെൽക്കം ടു രതി 2.0. ഒരിക്കൽ കേട്ടാൽ മറക്കാനാവാത്ത കഥകളുടെ തമ്പുരാട്ടി. ഞാൻ ജെയിംസ്, എറണാകുളം സ്വദേശിയാണ്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് ഞാൻ ഇവിടെ പറയുന്നത്. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 6 അടി ഉയരം, തീരെ കറുത്തതല്ലാത്ത ശരീരം. പണ്ടു മുതലേ അത്ലറ്റിക്സ് എന്റെ ഹോബിയാണ്. ജിമ്മിലും പോകാറുണ്ട്. അങ്ങനെ അത്യാവശ്യം ഫിറ്റ് ബോഡിയാണ്. എന്ന് വെച്ച് 6 പാക്ക് എന്നല്ലോ കേട്ടോ. സാധാരണ മലയാളികളുടെ അത്രേ ഉള്ളൂ. ഏത്? എന്റെ അത്. കഥകളിലുള്ള ഭീകരന്മാരുടെ ആ ഗ്രൂപ്പിലൊന്നും ഞാൻ പെടത്തില്ല. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞതാണ്. അതൊരു കട്ട തകർച്ചയായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ കഥ നടക്കുന്നത് ഏകദേശം 2 വർഷം മുമ്പാണ്. ഞാൻ ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ അഡ്മിൻ സെക്ഷനിൽ വർക്ക് ചെയ്തു വരികയായിരുന്നു. ഒരു ദിവസം എന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നെ വിളിച്ച് പറഞ്ഞു, ജെയിംസ്, നമുക്കൊരു ന്യൂ ജോയിനി ഉണ്ട് കേട്ടോ. മലയാളിയാണ്. ജോയിനിങ് പ്രോസസ് എല്ലാം ചെയ്യണം. മിടുക്കിയാണെന്നാ കേട്ടത്. എനിക്ക് ടെൻഷനായി. മിടുക്കിയാണെങ്കിൽ എന്റെ പണി പോകുമോ? പിന്നെ ആലോചിച്ചു, എന്ത് മിടുക്കാണെന്ന് പറഞ്ഞില്ലല്ലോ. സാധാരണ മലയാളികളെ പോലെ ഇത് മറ്റത് തന്നെ എന്നൊക്കെ ആലോചിച്ച് സമയം കളഞ്ഞു. ഉച്ചയായപ്പോൾ വാതിലിൽ ഒരു മുട്ട് കേട്ടു. മേ ഐ കം ഇൻ സർ? വരൂ വരൂ, മനസ്സിൽ പ്രാഗിയിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞു. വലിയ സുന്ദരിയൊന്നും അല്ലാത്ത ഒരു പെൺകുട്ടി. മൂക്കിന് താഴെ ഒരു മറുകുണ്ട്. ഫോർമൽ ഡ്രസ്സൊക്കെ ഇട്ടു ഒരു കൊച്ചു സുന്ദരി. ദർശന രാജേന്ദ്രനെ പോലെ ഇരിക്കും. പിന്നെ നല്ല വായാണ്. അത്യാവശ്യം ശാരീരിക ഭംഗിയുമുണ്ട്. കാണുമ്പോഴേ നമുക്കൊരു വൈബ് തോന്നത്തില്ലേ, ഇവൾ തകർക്കുമെന്ന്? ഇത് അത് തന്നെ. കെട്ടിയിട്ടും അധികം ഒന്നും നടക്കാത്ത എന്റെ മനസ്സിൽ ഒരു ലഡു പൊട്ടി. കടിച്ചു പിടിച്ച് ഞാൻ പറഞ്ഞു, ഇരിക്കൂ. ഞാൻ ജെയിംസ്, ഇവിടെ അഡ്മിൻ ഹെഡ് ചെയ്യുന്നു. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? സർ, ഞാൻ ശീതൾ, കണ്ണൂർ സ്വദേശിയാണ്. MBA കഴിഞ്ഞു. മാരീഡാണ്. ഇതെന്റെ ഫസ്റ്റ് ജോബാണ്. മാരീഡ്. പുല്ല്. അങ്ങനെ അതും പോയി കിട്ടി. ഒരു സെക്കൻഡ് എന്റെ മനസ്സിലൂടെ നിരാശ കടന്നുപോയി. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് മൊത്തം കാര്യങ്ങളും ഞാൻ ചോദിച്ചറിഞ്ഞു. ജോയിനിങ് ഫയൽ നോക്കുമ്പോഴാണ് അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ കണ്ടത്. ഇവനെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നല്ല പരിചയമുള്ള മുഖം. ഞാൻ ആലോചിച്ചു. എന്നിട്ട് അവളോട് ചോദിച്ചു, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ? നല്ല പരിചയമുള്ള മുഖം. ഓ, ചേട്ടൻ കേരളത്തിൽ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നേ. അപ്പോഴാ എനിക്ക് ഓർമ്മ വന്നത്, ഈ അവനും ഞാനും എൻട്രൻസ് പ്രിപ്പറേഷന് ഒരുമിച്ചാണ് പഠിച്ചത്. ഞാൻ ബുദ്ധിമാനായത് കാരണം 8 നിലയിൽ പൊട്ടി. അവൻ പഠിപ്പിച്ചായതുകൊണ്ട് ഒരു വലിയ നിലയിലും എത്തി. അസൂയ, വേറെ ഒന്നുമല്ല കേട്ടോ. പക്ഷേ അപ്പോഴത്തെ അവന്റെ ഇരട്ടപ്പേരെന്ന് പറഞ്ഞാൽ രണ്ടൻ വർക്കി എന്നായിരുന്നു. രണ്ടുണ്ട് കാര്യങ്ങൾ. ഒന്ന് അസൂയ, പിന്നെ മറ്റത് തന്നെ. അവൻ ഒരു അരപ്പരുവും പെണ്ണിനെ പോലെയാണ് പെരുമാറിയിരുന്നത്. പെട്ടെന്ന് ഞാൻ തിരിച്ചു വന്നു. ഇപ്പോൾ ഏതായാലും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇവളെ കല്യാണം കഴിച്ചതോടെ അവൻ മാറിക്കാണും. ഞാൻ മനസ്സിൽ ചിന്തിച്ചു. എനിക്കറിയാം, ഞാനും വർക്കിയും ഒരുമിച്ച എൻട്രൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവൾ പറഞ്ഞു, സാറിനെ എനിക്കും അറിയാം. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക്ഡിനിൽ സാറിന്റെ പ്രൊഫൈൽ നോക്കിയിരുന്നു. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ജോലി അപ്ലൈ ചെയ്ത് മടുത്തത് കാരണം ആ പുല്ലിപ്പോൾ ഉപയോഗിക്കാറേ ഇല്ല. അപ്പോഴാണ് ഞാനൊന്ന് ചിരിച്ചു. പിന്നെ അവളോട് കൂടുതൽ അടുത്തു. കുറേ സംസാരിച്ചു. പിന്നെ ജോലിയുടെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ 1-2 മാസങ്ങൾ കടന്നുപോയി. വലിയ കാര്യമായ പുരോഗതി ഒന്നുമില്ല. ഞാൻ പണ്ടത്തെ ശ്രമമൊക്കെ കളഞ്ഞു. പിന്നെ അവളുമായി നല്ല ഫ്രണ്ട്ഷിപ്പായി. ആള് ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. ഭയങ്കര വൈബാണ്.
ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീമായി ജോലി ചെയ്തു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശീതൽ വന്ന് പറഞ്ഞു, കൺഗ്രാചുലേഷൻസ് സാർ. എനിക്കൊന്നും മനസ്സിലായില്ല. എന്തിന്? സാറിന്റെ ആനിവേഴ്സറി അല്ലായിരുന്നോ ഇന്നലെ? നമ്മളോടൊന്നും പറഞ്ഞില്ല. അതിന് ഈ ഫേസ്ബുക്ക് വേണ്ടി വന്നു. തകർത്ത ലക്ഷണമുണ്ടല്ലോ. അതാ മുഖത്തൊരു ക്ഷീണം. ഇതും പറഞ്ഞ് അവൾ ചിരിക്കാൻ തുടങ്ങി. ഞാൻ മനസ്സിലാലോചിച്ച്, ഇത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. നമ്മളിതൊക്കെ പണ്ടേ മറന്നതായിരുന്നു. നേരാവണ്ണം എന്തെങ്കിലും നടന്നിട്ട് തന്നെ വർഷങ്ങളായി. അത് ഇവൾക്കറിയില്ലല്ലോ. ചെയ്യണം. ഇന്നലെ രാത്രി ഒറ്റയ്ക്കല്ലേ പുല്ല് എന്നെനിക്ക് പറയാൻ തോന്നി. ഞാൻ ഒന്നും പറയാതെ ഒരു ഇളിച്ച ചിരി ചിരിച്ചു. വീണ്ടും അവളുടെ തൊലിഞ്ഞ ചോദ്യം വന്നു. സാർ, എന്താ ഗിഫ്റ്റ് ചേച്ചിക്ക് വാങ്ങിക്കൊടുത്തത്? എനിക്കാകെ ചൊറിഞ്ഞു വന്നു. പുല്ല്. ഇവളുടെ അപ്പനുണ്ടായതാണോ? അവളുടെ ഒരു ചേച്ചി. ആ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞു, ക്ലോവിയ സൈറ്റിൽ നിന്നും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു. അടിപൊളിയായിരുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു. തിരിച്ചെടുക്കാനും പറ്റില്ല. ഒരു സെക്കൻഡ് ഞാൻ പ്ലിങ്ങായി. അവളുടെ മുഖത്ത് ഒരു വികാരവും ഞാൻ കണ്ടില്ല. അവൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. ക്ലോവിയയോ? അതെന്താ സാധനം? പറ, എനിക്കൊരു ഗിഫ്റ്റ് തരാമോ? മന്ദബുദ്ധിയായി അവൾ ചോദിച്ചു. എടി കഴുതേ, അത് സ്ത്രീകളുടെ സ്പെഷ്യൽ ഡ്രസ്സാണ്. ഈ റയർ ഒക്കേഷൻസിനൊക്കെ വേണ്ടി. പൊട്ടി, ആ സൈറ്റ് ഒന്ന് പോയി നോക്ക്. ഞാൻ പതുക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്കും അവൾ ഓടിക്കും. കുറച്ചു കഴിഞ്ഞ് പമ്മി എൻ്റെ അടുത്ത് വന്ന് നിന്നു. മുഖത്ത് നോക്കുന്നില്ല. മുഖമാകെ ചുമന്നിരിപ്പുണ്ട്. മൊത്തത്തിലൊരു നാണം. പറഞ്ഞപ്പോൾ എനിക്ക് നേരത്തെ മനസ്സിലായില്ലായിരുന്നു. ശരിക്കും വാങ്ങിക്കൊടുത്തോ? ആ തെണ്ടിക്ക് എൻ്റെ ഫാമിലി പ്രോബ്ലംസ് അറിയാമായിരുന്നു. എന്നിട്ടാണ് ചോദിച്ചത്. എനിക്കാകെ വീണ്ടും ദേഷ്യമായി. കൊടുത്തു. നീയും ചോദിച്ചില്ലേ? നിനക്കും ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിത്തരട്ടെ, എൻ്റെ സന്തോഷത്തിന്. എന്നിട്ട് നമുക്ക് മീറ്റിംഗ് റൂമിലിരുന്ന് പ്രാർത്ഥിക്കാം. എപ്പടി? അതും എനിക്ക് സാർ വാങ്ങിത്തന്ന് നമ്മൾ മീറ്റിംഗ് റൂമിൽ ഇരുന്നാൽ പിന്നെ റൂമിന്റെ പേര് മാറ്റി കളിവീട് എന്നിടേണ്ടി വരും. പോ സാറേ വെറുതെ. അതും പറഞ്ഞ് അവൾ ചിരിച്ചു. കേട്ടതെനിക്ക് ശരിക്കും വിശ്വസിക്കാനായില്ല. എന്റെ കണ്ണ് രണ്ടും വിഴിഞ്ഞു പുറത്തു വന്നു. എന്റെ വായിൽ നിന്ന് ആ വാക്കുകൾ വീഴുകയും ചെയ്തു. വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാതിരിക്കില്ലേ? ആർത്തി നിറഞ്ഞ ശബ്ദത്തിൽ ഞാൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. നശിപ്പിക്കാനായിട്ട്. അപ്പോഴേക്കും മറ്റുള്ള എംപ്ലോയീസ് വരികയും ഞങ്ങൾ പിരിയുകയും ചെയ്തു. പിന്നെ അവളെ കാണാൻ പറ്റിയില്ല. പിന്നത്തെ കുറച്ച് ദിവസങ്ങൾ ഭയങ്കര തിരക്കുള്ള ദിവസങ്ങളായിരുന്നു. ഓഡിറ്റുകാർ കയറി ഇറങ്ങി ഞങ്ങൾ റെഡിയാക്കി. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞ് തിരക്കുകളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ബാംഗ്ലൂർ ആൻഡ് മൈസൂർ. ഈ സംഭവം നടന്നതിന് ശേഷം അവളെ ഒന്ന് അടുത്ത് കിട്ടുകയോ നേരാവണ്ണം സംസാരിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. അവൾക്ക് നല്ല ചമ്മലുള്ളതുപോലെ എനിക്ക് തോന്നി. ഞാൻ ടൂർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഈ അവസരം എനിക്ക് ദൈവം തന്നതാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. നിങ്ങൾ വിചാരിക്കും ദൈവത്തിന് ഇതല്ലേ പണിയെന്ന്. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് വളയ്ക്കണം. ഇപ്പോ കിട്ടിയില്ല, ഇനിയില്ല എന്നൊക്കെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ടൂറിന്റെ ദിവസമായി. ഞാൻ നേരത്തെ എത്തി. നോക്കിയപ്പോൾ എല്ലാ തെണ്ടികളും നേരത്തെ എത്തി സീറ്റ് പിടിച്ചു. പിന്നെ അലവലാതി ഗ്രൂപ്പിന്റെ കൂടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. യാത്ര തുടങ്ങി. കൂവലും വിളിയും ബഹളവുമായി ടൂർ തുടങ്ങി. വൈകുന്നേരം വരെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല. അവളെ ദൂരെ ലേഡീസ് ഗ്രൂപ്പിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോഴേക്കും കൂടെയുള്ളവന്മാർ നല്ല ഫിറ്റായി കഴിഞ്ഞു. ഞാൻ കുറച്ചേ കുടിച്ചുള്ളൂ. എപ്പോഴാണ് അവസരം കിട്ടുക എന്നറിയില്ലല്ലോ. അങ്ങനെ ഏകദേശം 7 മണിയായപ്പോൾ ഞാൻ ഡാൻസ് കളിച്ച് തളർന്നു. ഒന്നും നടക്കില്ല എന്ന് മനസ്സിൽ പറഞ്ഞു കള്ളുകുടി, ഡാൻസ് കളി, റിപ്പീറ്റ്. അങ്ങനെ ഞാൻ ഡാൻസ് കളിച്ച് തളർന്ന് ഒരു ഒഴിഞ്ഞ സീറ്റിൽ പോയിരുന്നു. എല്ലാ സ്വപ്നങ്ങളും മൂഞ്ചി കുത്തിയല്ലോ ദൈവമേ എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്തൊക്കെ പ്ലാൻ ആയിരുന്നു. മെഷീൻ ഗണ്ണ്, മലപ്പുറം കത്തി, കോപ്പ്. അപ്പുറത്തെ സീറ്റിലിരുന്ന് ഗിറ്റാറും എടുത്ത് കയ്യിൽ പിടിച്ച് ചുമ്മാ തട്ടി തട്ടി ഇരിക്കാൻ തുടങ്ങി. സാർ, എന്തു പറ്റി? ഒറ്റയ്ക്കിരിക്കുന്ന എന്താ? ഡാൻസ് കളിച്ച് തളർന്നോ? എപ്പ തൊട്ട് കളിക്കുക? ഞാൻ കുറച്ച് കളിച്ചപ്പോഴേ തളർന്നു. പിന്നെ നല്ല തലവേദനയും. ഞാൻ ഫ്രണ്ടിലിരിക്കുമായിരുന്നു. ഇപ്പൊ ശരിയായി. ഞാൻ തല പൊക്കി നോക്കി.
ശീതൾ മനസ്സിൽ പറഞ്ഞു, മോളെ, എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തിട്ട് ഡയലോഗ് അടിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, തളർന്നിടൂ, തന്നെ അങ്ങ് കണ്ടില്ലല്ലോ. ഞാൻ കരുതി എന്നോട് വലിയ ദേഷ്യമായിരിക്കുമെന്ന്. കണ്ടതേ ഇല്ല. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാടോ. എത്ര മാസങ്ങൾക്ക് ശേഷമാണെന്നോ ഒന്ന് നേരെ മനസ്സ് തുറന്ന് ചിരിക്കുന്നത് തന്നെ. ഞാൻ ഒരു ദുഃഖസ്വരത്തിൽ പറഞ്ഞു. അത് കേട്ടതും അവൾ ഇരുന്ന് ചോദിച്ചു, എന്നാ പറ്റി സാർ? വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ശരിയായില്ലേ? ഞാൻ പറഞ്ഞു, ഓ, അത് തീരണമെങ്കിൽ ഞാൻ തട്ടിപ്പോണം. അങ്ങനെയൊന്നും പറയല്ലേ സാർ. ചോദിക്കാമോന്നറിയില്ല. എന്തായിരുന്നു പ്രശ്നമെന്ന് എന്നോടുകൂടി പറയാമോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് ദേഷ്യം കാണിക്കരുത്. ഇല്ല സാർ. ഞാൻ എന്താ കൊച്ചു കുഞ്ഞാണോ? സാറ് പറ, ഞാനല്ലേ ചോദിക്കുന്നത്. എന്നെ വിശ്വാസമില്ലേ? ഈ ചോദ്യത്തിലെല്ലാം പോയി. ഞാനല്ലേ ചോദിക്കുന്നത്. പെണ്ണുങ്ങളുടെ ആയുധമാണ് ഈ ചോദ്യം. ഞാൻ ഒരു നെടുവീർപ്പൊക്കെ ഇട്ട് ഉള്ളിൽ കിടക്കുന്ന കള്ളിന്റെ ബലത്തിൽ ഞാൻ പറയാൻ തുടങ്ങി. അതെ, ഞാൻ പെട്ടെന്ന് പറയാം. കല്യാണം കഴിച്ച ആ സാധനത്തിന് ഒന്നിനും പറ്റില്ലെന്നേ. എല്ലാം ഞാൻ പച്ചയ്ക്ക് പറയാൻ തുടങ്ങി. ഒന്നായി വരുമ്പോൾ എല്ലാം തണുത്തു പോകും. പിന്നെ ഞാൻ ശശി. എനിക്കാണെങ്കിൽ കൂടുതൽ നേരം വേണേ താനും. പിന്നെ ഈ ജിമ്മിലും ബോക്സിങ്ങിലും ഒക്കെ പോയി തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന എനർജി എവിടെങ്കിലും കൊണ്ടുപോയി തീർക്കണ്ടേടോ. ഇതെല്ലാം പോരാഞ്ഞിട്ടാണ് അവൾക്ക് എന്നെ സംശയം. അവളൊരു സംശയരോഗിയാ. എന്റെ ജീവിതം പോയടോ. എന്റെ പുറകെ ആളിനെ വരെ വിട്ടിട്ടുണ്ട്. ഞാൻ എവിടെ പോകുന്നു, എന്തു ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ. എന്ത് ജീവിതമാടോ എൻ്റെ. ഞാൻ ദുഃഖത്തോടെ പറഞ്ഞു നിർത്തി. അവൾ വല്ലാണ്ടായി എന്ന് അവളുടെ മുഖം വ്യക്തമാക്കി. ഇതാടോ ഞാൻ പറഞ്ഞാ പിന്നെ അലമ്പാകുമെന്ന്. ഇനി താനും എന്നോട് മിണ്ടില്ല, ഉറപ്പാത്. താൻ പൊക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാൻ പറഞ്ഞ് പുറത്തേക്ക് നോക്കിയിരുന്നു. സാറ് ഗിറ്റാർ വായിക്കുമോ? അടിപൊളിയാണല്ലോ സാർ. ഒരു പാട്ട് പാടാമോ? എനിക്ക് ഗിറ്റാർ അറിയത്തില്ല എന്ന് അവൾക്കറിയില്ല എന്ന് എനിക്ക് തോന്നി. മനസ്സിലൊരു ഐഡിയ പെട്ടെന്ന് വന്നു. ഓ, ഇതൊക്കെ ഞാൻ പണ്ട് മുതൽ ചെയ്യുന്നതല്ലേ. എന്ത് പ്രയോജനം? നിന്നെപ്പോലെ വല്ലവരെയും കിട്ടിയിരുന്നെങ്കിൽ ഇതൊക്കെ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായിരുന്നു. ജീവിതം ഞാൻ പൊളിച്ചേന്. ഇതിപ്പോ എനിവേ, ഞാനൊരു പാട്ട് പ്ലേ ചെയ്യാം. ഇരുട്ടായതുകൊണ്ടും എല്ലാവരും തിരക്കിലായതുകൊണ്ടും ഞാൻ പ്ലേ ചെയ്യുന്നത് പോലെ അഭിനയിച്ചു. ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ പാടും കേട്ടോ. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് എച്ചുറാൻ എന്ന പാട്ട് എനിക്കിഷ്ടമുള്ള പാട്ടും കൂടെ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു, പെർഫെക്റ്റ് ഇഷ്ടമല്ലേ? സാർ, പെർഫെക്റ്റ് അറിയാമോ? വാട്ട് എ ലവ്ലി സോങ്. കേൾക്കുമ്പോൾ ഗൂസ് ബംസ് വരും സാർ. മനസ്സ് പറഞ്ഞു, മോനെ, പ്ലാൻ വർക്കൗട്ട് ആവുന്നുണ്ട്. റെഡി, സ്റ്റാർട്ട്. ഞാൻ പതുക്കെ ആ പാട്ട് പാടി. സ്ലോ സ്ട്രീമിങ് ചെയ്ത് പതുക്കെ ആ പാട്ട് പാടി. അതിന് ഗിറ്റാർ വേണമെന്ന് തന്നെ ഇല്ല കേട്ടോ. ഫീലിംഗ് മാത്രം മതി. അലിഞ്ഞു പോകുക ആ പാട്ടിൽ. അവൾ വായും പൊളിച്ച് ആ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പാട്ട് തീർന്നതും അവളുടെ മുഖത്ത് എന്തൊക്കെയോ ഫീലിങ്സ് ഞാൻ കണ്ടു. ആ അവസ്ഥയിൽ ഞാൻ എൻ്റെ ആദ്യത്തെ ആയുധം പുറത്തെടുത്തു. ശീതളിന് ഗിറ്റാർ പഠിക്കണോ? ഞാൻ പഠിപ്പിച്ചു തരാം. അതെ സാർ, എനിക്ക് പണ്ട് മുതലേ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ ഇഷ്ടമല്ല. അതാ, അവൾ പറഞ്ഞു. ശീതൾ എൻ്റെ ഇടതുവശത്താണ് ഇരുന്നത്. ഞാൻ പതുക്കെ ഗിറ്റാർ അവളുടെയും എന്റെയും ഇടയ്ക്ക് വെച്ച് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഞാൻ ഗിറ്റാറിന്റെ ഹെഡിൽ പിടിച്ചായിരുന്നു പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അവളുടെ അടുത്ത് ഗിറ്റാർ ചേർന്നിരുന്നു. എന്റെ തൊണ്ട ശരിക്കും വറ്റി തുടങ്ങി. അവൾക്കൊരു വ്യത്യാസവുമില്ലാതെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അവൾ പതുക്കെ പ്ലേ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കൈ അവളുടെ അടുത്തേക്ക് ശരിക്കും ചേർന്ന്. അവൾക്കത് മനസ്സിലായി. പക്ഷേ അവളത് കണ്ട ഭാവം കാണിച്ചില്ല. ഗിറ്റാറിന്റെ തട്ടുന്ന ഭാഗം എന്റെ മടിയിലാണ് ഇരുന്നത്. ഞാനൊന്ന് നോക്കട്ടെ സാർ എന്ന് പറഞ്ഞ് അവൾ ഗിറ്റാർ എന്റെ മടിയിൽ നിന്ന് എടുത്തു. അവളുടെ കയ്യിൽ തട്ടി. അവൾ ഒന്ന് എന്റെ മുഖത്തേക്ക് നോക്കി. ഒരു 2 സെക്കൻഡ് അവൾ കൈവച്ചു. എന്നിട്ട് ഗിറ്റാർ അവളുടെ മടിയിൽ വെച്ച് വായിക്കാൻ തുടങ്ങി. അപ്പോ എനിക്ക് മനസ്സിലായി, എന്തെങ്കിലുമൊക്കെ നടക്കും. ഞാൻ ടീഷർട്ടും ഷോർട്സുമാണ് ഇട്ടിരുന്നത്. അവൾ ടീഷർട്ടും ജീൻസും. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞ് പെട്ടെന്ന് വണ്ടി നിന്നു. നോക്കിയപ്പോൾ ഫുൾ ബ്ലോക്ക്. റോഡിൽ മണ്ണിടിഞ്ഞ് കിടക്കുവാണ്. JCB വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പുറത്ത് പെരുമഴ. അപ്പോഴേക്കും വണ്ടിയിലെ പാട്ടും ഡാൻസും എല്ലാം തണുത്തു. നോക്കിയിട്ട് വന്നവർ പറഞ്ഞു,
സാർ, നമ്മൾ പെട്ടു. മിനിമം 2 മണിക്കൂറെങ്കിലും കഴിയാതെ പോകാൻ പറ്റില്ലെന്നാണ് പോലീസുകാർ പറയുന്നത്. വെയിറ്റ് ചെയ്യേണ്ടി വരും. ഉള്ളിൽ സന്തോഷമായെങ്കിലും ഞാൻ പറഞ്ഞു, ഛെ, നാശം, ഇനി മിണ്ടാതെ ഇരിക്കാം. പാട്ടും ഡാൻസ് ഒന്നും വേണ്ട. അവർ പ്രശ്നം ഉണ്ടാക്കും. ലൈറ്റ് സെറ്റിൽ ഡൗൺ ഫോർ സം ടൈം. അങ്ങനെ എല്ലാവരും സീറ്റിലിരുന്നു. മഴയുടെ ശക്തി കൂടി. നല്ല കിടിലൻ തണുപ്പും. അല്പം കഴിഞ്ഞപ്പോൾ ഡ്രൈവർ AC ഇട്ടു. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു. സർ, തണുത്തിട്ട് വയ്യ. എന്റെ ബാഗ് മുകളിലുണ്ട്. ഒരു പുതപ്പെടുത്ത് തരാമോ? ശീതൾ ചോദിച്ചു. ഞാൻ മിണ്ടാതെ എഴുന്നേറ്റ് അവളുടെ ബാഗിൽ നിന്നൊരു പുതപ്പെടുത്തു കൊടുത്ത്. അവൾ അതെടുത്ത് മൂടിയിരുന്നു. ഞാൻ പ്ലിൻ. സാറിന് തണുക്കുന്നില്ലേ? എന്തൊരു മനുഷ്യനാണ് ഈ പുതപ്പിനകത്ത് കയറിക്ക്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് തോന്നി. ഞാൻ എണീറ്റ് നോക്കിയപ്പോഴാണ് ഒരുപാട് പുതപ്പുകൾ കണ്ട്. സമാധാനമായി. ഞാൻ അങ്ങനെ അവളുടെ പുതപ്പിനകത്ത് കയറി. ആ ഗിറ്റാർ എടുത്ത് താഴെ വെച്ച് ഞാൻ അവളോട് ചേർന്നിരുന്നു. തണുത്തിട്ട് വയ്യ കേട്ടോ എന്നും പറഞ്ഞ് ഞാൻ അല്പം കൂടി ചേർന്നിരുന്നു. കൂട്ടുകാരെ, നമ്മുടെ ജെയിംസിന്റെയും ശീതളിന്റെയും ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ കഥ ലൈക്ക് ചെയ്യാനും ഇനി വരാനുള്ള കഥകൾ കേൾക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ജെയിംസിന്റെ കഥയുടെ ബാക്കി ഭാഗം എന്താണെന്നറിയാം, നേരെ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോരുക. ഫുൾ വേർഷൻ നിങ്ങൾക്ക് അവിടെ കേൾക്കാം. അവിടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ മറ്റൊരു സൂപ്പർ സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ.